നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ്. കേരളം പോളിംഗ് ബൂത്തിലാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ വീണ്ടും ഭിന്നത, നേതാക്കൾ തമ്മിലുള്ള വാക്പോര് തുടരുന്നു. അങ്ങനെ ഒട്ടേറെ വാർത്തകളുണ്ട്. ഈ വാർത്തകളെല്ലാം നമ്മൾ സമഗ്രമായി പരിശോധിക്കാൻ പോകുന്നു. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം വടക്കൻ കേരളം വിധിയെഴുതുന്നു. പഞ്ചായത്തിലോട്ട് കോ-സ്പോൺസേഡ് ബൈ വോകറുദ്ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മെച്ചപ്പെട്ട പോളിംഗ്. 1 മണിവരെ 50% പേർ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗമുണ്ടാകുമെന്നാണ് LDF നേതാക്കളുടെ ആത്മവിശ്വാസം. ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് UDF BJP നേതാക്കൾ പ്രതികരിച്ചു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. രാവിലെ മുതൽ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്ക് അനുഭവപ്പെട്ടു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസും നടി ആക്രമിക്കപ്പെട്ട സംഭവവും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി. LDF-ന് തിളക്കമാർന്ന ജയമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDF-ന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDF-ന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ചരിത്ര വിജയം എന്ന നിലയിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ നേടാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ലോക്സഭയിലെ വിജയം ആവർത്തിക്കുമെന്നും പ്രതിപക്ഷം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അതിലെ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. UDF-ന്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി. മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാകുമെന്ന് BJP നേതാക്കൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കും ജാതി മതശക്തികളുമായി ചേർന്ന് വോട്ട് പിടിക്കുന്ന മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടാവും. മലപ്പുറം കരുവാരക്കുണ്ട് 11-ാം വാർഡിൽ വിവാഹ വസ്ത്രത്തിൽ വധു വോട്ട് ചെയ്യാനെത്തിയത് കൗതുകമായി. ജിൻഷിതയാണ് വോട്ട് ചെയ്യാനെത്തിയത്. ഇതിനിടെ കാസർഗോഡ് കുമ്പടാജിയിൽ LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപം നാടൻ ബോംബ് കണ്ടെത്തി. K പ്രകാശിന്റെ വീടിന് സമീപത്താണ് ബോംബുകൾ കണ്ടെത്തിയത്. കാസർഗോഡ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൂപ് ജോൺ, നിഷാദ് എന്നിവരെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ 6-ാം വാർഡിൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് ഇയാളെ മാറ്റി പകരം മറ്റൊരാളെ നിയോഗിച്ചു. കണ്ണൂർ മൊറാഴ സൗത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ലോട്ടറി വിൽപ്പന തൊഴിലാളി KP സുധീഷാണ് മരിച്ചത്. UDF സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ വോട്ടെടുപ്പ് മാറ്റി. 24 കോഴിക്കോട്. പൊതുവെ സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധികൾ മിഥില ബാലൻ, സുർജിത് അയ്യപ്പത്ത്, മുഹമ്മദ് റഹീസ്, അരുൺ പാറയ്ക്കൽ, സമീർ ബിൻ കരീം, ആയിഷത്തുൽ ഷംന, സൂരജ് സജി വിവിധയിടങ്ങളിൽ നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേരും. ആദ്യം മിഥില ബാലനിലേക്കാണ്. മിഥില, കോഴിക്കോടും ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. 45% അടുത്തെത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു. 45.36% ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്ന പോളിംഗ് ശതമാനം എന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ മിക്കയിടങ്ങളിലും 45% മുകളിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എടച്ചേരി പഞ്ചായത്തിലെ നരിക്കുന്ന് UP സ്കൂളിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വോട്ടർമാർ ഇപ്പോഴും സ്ത്രീ വോട്ടർമാരാണ്. രാവിലെ മുതൽ വടകര മേഖലയിലാണ് ഞാനുള്ളത്. വടകര മേഖലയിൽ പറയുമ്പോൾ റൂറൽ ഏരിയ ആണ്. റൂറൽ ഏരിയയിൽ ഇന്ന് രാവിലെ മുതൽ കണ്ട കാഴ്ച എന്നത് സ്ത്രീ വോട്ടർമാരുടെ ഒരു പങ്കാളിത്തമാണ് പോളിംഗ് ബൂത്തുകളെല്ലാം കാണാൻ കഴിഞ്ഞത്. സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിലും ഇപ്പോഴും ഉള്ളത്. ഇവിടെയെല്ലാം ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഇതിനകം തന്നെ 49.96% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. തൂണേരി എല്ലാം തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 45-ന് മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട് എന്നതാണ് ഈ സമയത്ത് ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്നത്.
മറ്റ് എടുക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാം എടുക്കുകയാണെങ്കിലും പോളിംഗ് ശതമാനം എന്നത് 50-ന് മുകളിൽ എത്തിയ സ്ഥലങ്ങളുണ്ട്. എടച്ചേരി, ഞാനിപ്പോൾ ഉള്ളത് എടച്ചേരിയാണ്. എടച്ചേരിയിൽ നോക്കുകയാണെങ്കിൽ 52.39%, അതായത് ജില്ലാ പഞ്ചായത്തിലേതാണ് കണക്കെടുക്കുകയാണെങ്കിൽ. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചസമയത്ത് ചില ഇടങ്ങളിൽ ഉച്ചസമയത്ത് വോട്ടർമാരുടെ നിരയില്ല, പക്ഷേ അത് ഉച്ചസമയമാണ്. നമുക്കറിയാം സാധാരണ ഉച്ചസമയങ്ങളിൽ അങ്ങനെ കാണാറില്ല. പിന്നീട് ഒരു 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ 3 മണി 4 മണിയോടെ ആയിരിക്കും സാധാരണ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക. എന്തുതന്നെയായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ എടച്ചേരിയിൽ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച എന്നത് സ്ത്രീ വോട്ടർമാരുടെ നിര. അതാണ് ഉച്ച സമയത്ത് വലിയ തോതിൽ സ്ത്രീകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നതിന്റെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. ആയിഷത്തുൽ ഷംന വിശദാംശങ്ങളുമായി. ലാൽ കൃഷ്ണനാണ് വിശദാംശങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നത്. ലാൽ, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന ജില്ലകളിലൊന്നായി മാറിയിരിക്കുന്നു എന്നതാണ്. 46-ലേക്ക് കടക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 45.12% എന്നുള്ളതാണ്. പാലക്കാട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ നേരിടുന്ന ഒരു ഇടം കൂടിയാണ്. അവിടുത്തെ ജനപ്രതിനിധി എവിടെയാണ് എന്ന ചോദ്യം, ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ മികച്ച പോളിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഉച്ച സമയത്ത് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? രാവിലെ മുതൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുമ്പോൾ തന്നെ വലിയ തിരക്കുകൾ പ്രകടമായിട്ടുള്ള ഇടമായിരുന്നില്ല പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട ഈ തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട ജനപ്രതിനിധി, അതായത് പാലക്കാട് MLA വോട്ട് ചെയ്യേണ്ട ബൂത്തിൽ തന്നെയാണ് ഉള്ളത്, നഗരത്തിൽ തന്നെയാണുള്ളത്. ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിവിഷനാണ്. 24-ാം നമ്പർ ഡിവിഷനിലെ കുന്നത്തൂർ മേട് എന്ന് പറയുന്ന ഡിവിഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വോട്ടിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രകടമായൊരു തിരക്ക് നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. നേരത്തെ അനുജ പറഞ്ഞ പോലെ വലിയ രീതിയിൽ പോളിംഗ് ഉയരുന്ന ഒരു മേഖല കൂടിയാണ്. 50-നോട് അടുക്കുകയാണ് പാലക്കാട് ജില്ലയിലെ മൊത്തത്തിലുള്ള പോളിംഗ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വാശിയേറിയൊരു പോരാട്ടം ജില്ലയിൽ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ പോരാട്ടത്തിൽ വീര്യത്തിൽ മുന്നിലുള്ളത് എന്ന് പറയാൻ. കഴിഞ്ഞ 2 ടൈം തുടർച്ചയായിട്ട് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. ഇത്തവണ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കണം എന്ന ഒരു വീറുറ്റ വാശിയിൽ തന്നെയാണ്. അതിനിടയിൽ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ പാലക്കാട് ജില്ല കണ്ടിട്ടുണ്ട്. മുന്നണികളുടെ മാറ്റം, മുന്നണിയിലെ നേതാക്കളുടെ മാറ്റം, അതോടൊപ്പം പാർട്ടി മാറുന്ന നേതാക്കൾ അവർ രാഷ്ട്രീയ നിലപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റം, ഒടുവിൽ പാലക്കാട് ജില്ലയെ പിടിച്ചുവെച്ചുകൊണ്ട് പാലക്കാട് MLAയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ MLA വോട്ടിങ്ങിന് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള പോളിംഗ് നമുക്ക് പലയിടങ്ങളിലും പ്രകടമായി കാണുന്നുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമന്യേ ഈ പോളിംഗ് വിഷയങ്ങളും മറ്റു കാര്യങ്ങളും കാണുന്നുണ്ട്. നിലവിൽ സ്ത്രീ വോട്ടർമാരടക്കമുള്ള ആളുകളുടെ പ്രകടമായിട്ടുള്ള സാന്നിധ്യം കൊണ്ടാണ് പോളിംഗ് ശതമാനം ഉയർന്നത്. ജില്ലയിൽ പൊതുവെ ഉച്ച കഴിഞ്ഞിട്ടാണ് കൂടുതൽ വോട്ടിംഗ് രീതി കാണാറ്. അതായത് രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടുമാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർന്ന് കാണുന്ന ഒരു പ്രകൃതമുള്ളത്. അത് രാവിലെയും വൈകിട്ടുമായി തന്നെ പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്ന വളരെ വലിയൊരു തിരക്ക് പിന്നീടത് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂട്, കാലാവസ്ഥ അനുകൂലമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിരുന്നാൽ പോലും പോളിംഗിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊന്നുമില്ല. 2 ബൂത്തുകളാണ് നമ്മൾ നിലവിലുള്ള ഈ സ്കൂളിലുള്ളത്. അതിലൊരു ബൂത്തിൽ സാമാന്യം തിരക്ക് ആളുകളുണ്ടെങ്കിൽ മറ്റൊരു ബൂത്തിൽ ആളുകളില്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. എന്നിരുന്നാൽ പോലും പോളിംഗ് ഉയരുന്ന ഒരു നില, അതായത് 50% അടുക്കുന്ന പോളിംഗ് ആണ് നിലവിൽ ഇവിടെയുള്ളത്. മറ്റേ പല കേന്ദ്രങ്ങളിലും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ തന്നെ ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 2-ാം നമ്പർ ബൂത്താണ് കുന്നത്തൂർമേട്ടിലുള്ളത്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടം MLAയുടെ വോട്ടുള്ളത്. വൈകിട്ടോടുകൂടി MLA വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ള കാര്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ്. പോളിംഗ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ്. വോട്ട് ചെയ്യാൻ എത്തേണ്ടെന്ന ബൂത്തിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലാൽകൃഷ്ണൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇരിങ്ങാലക്കുടയിൽ ടൊവിനോ തോമസ് നടൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നതിൻ്റേതാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃശ്ശൂർ ജില്ലയിലും ഭേദപ്പെട്ട പോളിംഗ് ആണ്. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരല്പം കുറവാണ്. 43.55% എന്നുള്ളതാണ്. 46 കടന്നിട്ടൊക്കെയുള്ള ശതമാനം. മറ്റ് മലപ്പുറത്തുനിന്നും ഒപ്പം തന്നെ പാലക്കാട് 45.12 എന്നൊക്കെ വരുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അത് 43.55% എന്നതാണ്. പലതരത്തിൽ പ്രതികരണങ്ങൾ ഇന്നും നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു. തൃശ്ശൂരിൽ നിന്നുൾപ്പെടെ മേയറുടെ പരാമർശം, പ്രതികരണങ്ങൾ, അതെല്ലാം ഇന്നും വാർത്തകളിൽ നിറയുന്നുണ്ട്. ഇപ്പോൾ ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുടയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. റാഫി വിശദാംശങ്ങളുമായുണ്ട്. റാഫി, തൃശ്ശൂർ ജില്ലയിൽ 43.55% എന്നതാണ്. ഈ ഉച്ച സമയത്തൊക്കെ ആളുകൾ കൂടുതലായി എത്തുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ടോ? പലയിടത്തും ഇപ്പോഴും നീണ്ട നിര. ഉച്ച സമയത്തൊക്കെ ചിലപ്പോൾ ആളുകൾ ഒന്ന് വിശ്രമിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് വരാമെന്നൊക്കെ കരുതുന്ന നേരമാണ്. പക്ഷേ
ചില സ്ഥലങ്ങളിലൊന്നും അതല്ല കാഴ്ച. തൃശ്ശൂരിൽ ഇപ്പോൾ അവിടെ റാഫി നിൽക്കുന്ന സ്ഥലത്ത് എന്താണ്? ടൊവിനോ ഇരിങ്ങാലക്കുടയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. അങ്ങനെ പുതിയ വിശദാംശങ്ങൾ. അനുജ, തീർച്ചയായും ഉച്ച സമയത്ത് ബൂത്തുകളിൽ അല്പം ഒന്ന് തിരക്കിന് കുറവുണ്ട്. രാവിലെ മുതൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ രാവിലെ മുതൽ വലിയ തിരക്കായിരുന്നു. അല്പസമയം മുൻപ് ഇടവേള ബാബു എല്ലാം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ഏകദേശം അതാണ് ഉച്ച സമയമാകുമ്പോൾ ചില സ്ഥലത്ത് നീണ്ട ക്യൂ ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉച്ചയ്ക്ക് കൂട്ടത്തോടെ വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ച നമ്മൾ നേരത്തെ കോഴിക്കോട്ട് നിന്നൊക്കെ അത്തരം കാഴ്ചകളാണ് കണ്ടത്. എന്നാൽ മറ്റ് ചില സ്ഥലത്തൊക്കെ പതിവ് രീതിയിൽ ഉച്ചയാകുമ്പോൾ തിരക്കൽപ്പം കുറയുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ടൊവിനോ തോമസ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതാണ്. ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. മറ്റൊരു ഇടത്ത് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യുന്നു. അദ്ദേഹം എത്തിയിരിക്കുകയാണ്. MP വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ കാഴ്ചകളും കാണുന്നുണ്ട്. അങ്ങനെ പ്രമുഖരായ നേതാക്കൾ അതുപോലെ സെലിബ്രിറ്റികളൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുകയാണ്. 6 മണി വരെ വോട്ട് ചെയ്യാം. വടക്കൻ കേരളമാണ് ഇന്ന് വിധി എഴുതുന്നത്. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇന്നും ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം ആദ്യ ഘട്ടത്തിൽ തെക്കൻ ജില്ലകളാണ് വിധി എഴുതിയത്. അവിടെയും 70% കഴിഞ്ഞുള്ള പോളിംഗ് ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കുറവാണ്. എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ആളുകളുടെ പ്രതികരണം ഉണ്ടായി. ഇപ്പോൾ ടൊവിനോ തോമസ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മടങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയാണ്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. പ്രതികരണം ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. പല കാര്യങ്ങളിൽ ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ ടൊവിനോയുടെ പ്രതികരണം ആരായുന്നുണ്ട്. പ്രത്യേകിച്ച് നടിയെ ആക്രമിച്ച ആ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരായുന്നുണ്ട്. അദ്ദേഹം കാര്യമായൊരു പ്രതികരണത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് ഷാഫി പറമ്പലിൻ്റെ ഒരു പ്രതികരണവും നമ്മൾ കാക്കുന്നുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ഭിന്നത ഞാനെന്താ പറയാ, നമുക്കിതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അത്രയും പോലും ചിലപ്പോൾ എനിക്കിതിൽ അറിയില്ലായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കണത് എന്തിനാണ്? നടിക്ക് നീതി ലഭിച്ചോ? അത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മളിതിൻ്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ, മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുത്. ടൊവിനോ തോമസിന്റെ പ്രതികരണമാണ് കേട്ടത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോടതി വിധിയെ മാനിക്കുന്നു. കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും നിയമത്തിന് മുന്നിലേക്ക് വരേണ്ടതാണ് എന്ന് പറയുകയാണ് ടൊവിനോ തോമസ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതാദ്യമായാണ് വരുന്നത്. വോട്ട് രേഖപ്പെടുത്തി മടങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. ഇരിങ്ങാലക്കുടയിലെത്തി വോട്ട് ചെയ്ത് ടൊവിനോ തോമസ് മടങ്ങി. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ആരൊക്കെയാണ് കുറ്റവാളികൾ അവരെല്ലാവരും ശിക്ഷ നേടേണ്ടവരാണ്. ഇതിനോടകം തന്നെ കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ആ കോടതി വിധിയെ മാനിക്കുകയാണ് എന്ന് പറയുന്നു ടൊവിനോ തോമസ്. നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉള്ള തത്സമയ വിശദാംശത്തിലേക്ക് പോവുകയാണ്. കണ്ണൂരിലേക്കാണ് ഇനി പോകുന്നത്. കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് തത്സമയം ചേരുന്നത്. റഹീസ്, കണ്ണൂരിൽ ഇപ്പോൾ 43% കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന പോളിംഗ് ശതമാനം. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ 43% എന്നുള്ളത് ശതമാനം എന്നുള്ളത് എത്ര വളരെ പെട്ടെന്ന് തന്നെ മാറും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ വരുന്നത്. ഈ 43 എന്നുള്ളത് ഉറപ്പായും ഒരു 50-നോടടുത്ത സംഖ്യയിലേക്ക് അടുത്ത നിമിഷങ്ങളിൽ തന്നെ മാറും. ആ ഒരു ശതമാന കണക്കിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ സൗത്ത് ബസാറിലെ ഒരു ബൂത്തിലാണുള്ളത്. സൗത്ത് ബസാറിലെ ഒരു കോർപ്പറേഷൻ ഡിവിഷനിലെ ബൂത്താണിത്. സാമാന്യം നല്ല തിരക്ക് തന്നെ ഇവിടെ ആദ്യത്തെ ബൂത്തിലുണ്ട്. രണ്ടാമത്തെ ബൂത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു 10 പേർക്കകത്താണെങ്കിൽ ഇവിടെ
കോഴിക്കോട് ഒരു 35-ലധികം പേർ, അങ്ങനെ നോക്കിയാൽ 2 ബൂത്തിലായ ഒരു 50ഓളം പേർ ഈ ഉച്ചയ്ക്കും വോട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ എത്താത്തൊരു സമയം കൂടിയാണ് ഉച്ചയ്ക്ക്. പക്ഷേ ഇവിടെ സ്ത്രീകളടക്കം ഉച്ചയ്ക്ക് തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ പരിധിയിൽ വോട്ടിംഗ് ശതമാനം കൂടേണ്ടതായിട്ടുണ്ട്. 40ഓട് അടുത്ത പോളിംഗ് ആണ്, ശതമാന കണക്കുകളാണ് ഏറ്റവും അവസാനമായി വന്നത്. അപ്പോൾ ആ കണക്കുകൾ ഉയരണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ പോളിംഗ് ഉണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്പോൾ പാർട്ടികൾ നടത്തുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് അവർ ആ ലിസ്റ്റ് പരിശോധിച്ച് പിന്നീട് ഏതൊക്കെ വോട്ടർമാർ എത്തിയിട്ടില്ല, അവർ സ്ഥലത്തുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ എത്തിക്കാനുള്ള നടപടികൾ ഇതൊക്കെയും കൈക്കൊള്ളുന്നൊരു സമയം കൂടിയാണ്. എന്തായാലും ഇവിടെ ഈ ഒരു ബൂത്തിൽ ഇപ്പോൾ ഒരു ബൂത്തിൽ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഒരു 40ഓളം പേർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണൂരിൽ ആകെ ഒരു 50% അടുത്ത തരത്തിലാകും ഈ പോളിംഗ് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ മുഹമ്മദ് റഹീസ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്ക് 48.67% എന്നതാണ്. അതായത് 50ലേക്ക് അടുത്തിരിക്കുന്നു എന്ന തരത്തിൽ ഏറ്റവും പുതിയ കണക്ക് നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം. തൃശ്ശൂരിൽ 48.97, പാലക്കാട് 50.87, മലപ്പുറത്ത് 52.05, കോഴിക്കോട് 50.48%, വയനാട് 49.95, കണ്ണൂർ 48.67, കാസർഗോഡ് 49.08 എന്നതാണ്. അതായത് ഏറ്റവും ഉയർന്ന പോളിംഗ് മലപ്പുറത്ത് തന്നെയാണ് ഇപ്പോഴും. തൊട്ടു പിന്നിൽ പാലക്കാട് ജില്ലയുണ്ട്, ഒപ്പം തന്നെ കോഴിക്കോടും ഒക്കെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് എന്നതാണ്. തൃശ്ശൂരിലും ഉയർന്ന പോളിംഗ് തന്നെയാണ്. ഏതായാലും എല്ലായിടത്തും ചില ജില്ലകളിൽ 50% കടന്നിരിക്കുന്നു, മറ്റു ചില ജില്ലകൾ 50-ന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഉച്ചയ്ക്കുള്ള കണക്ക്. ഇപ്പോഴും നല്ല തിരക്ക് എല്ലാ ബൂത്തുകളിലും തന്നെ പലയിടങ്ങളിൽ കാണുന്നുണ്ട് എന്നതാണ്. കാസർഗോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കാസർഗോഡ് 50% അടുത്തിരിക്കുന്നു എന്നതാണ്. 49.08%. അരുൺ പാറയ്ക്കൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? നല്ല ക്യൂ ഉച്ച സമയത്തും ഉണ്ടോ പലയിടത്തും? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ഹോസ്ദുർഗിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നീണ്ട നിര അനുഭവപ്പെടുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ ഉച്ച സമയമാണ്. ഉച്ച സമയത്തുള്ള നല്ല തിരക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പോളിംഗ് ശതമാനം, ജില്ലയിലെ പോളിംഗ് ശതമാനം 50 പിന്നിട്ടിരിക്കുന്നു. 50.01% ജില്ലയിൽ ഉച്ചയ്ക്ക് 1:10 വരെയുള്ള സമയത്തെ പോളിംഗ് ശതമാനം. നിലവിൽ 5,56,255 പേർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കാഞ്ഞങ്ങാട് നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും അധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 54.23% ആളുകൾ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 44.98% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 43.58% ആളുകൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചത് മുതൽ ആദ്യഘട്ടത്തിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. പിന്നീട് വോട്ടിംഗ് മെഷീനൊക്കെ തകരാറിലാവുന്ന സാഹചര്യമുണ്ടായി. ജില്ലയിൽ 13 സ്ഥലത്താണ് ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. 11 മണിയോടുകൂടി പടന്ന പഞ്ചായത്തിലെ 14-ാം വാർഡിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി വോട്ടിംഗ് തടസ്സപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ എന്തായാലും ഈ അവസ്ഥയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ജില്ലയിൽ 50% കടന്നിട്ടുണ്ട്. അനുജ, അതാണ് പല ജില്ലകളിലും 50% കടന്നു. ഏതായാലും മികച്ച പോളിംഗ് തന്നെയാണ് ഉച്ച വരെ രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP നേതാവ് K സുരേന്ദ്രൻ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കണ്ണൂർ പിണറായിയിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് LP സ്കൂളിലായിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വോട്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവർ വോട്ട് ചെയ്തപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഇക്കുറിയും വോട്ട് ചെയ്യാനായില്ല. MV ഗോവിന്ദന് വോട്ടുള്ള ആന്തൂർ നഗരസഭയിലെ വാർഡിൽ CPIM സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണിത്. തലശ്ശേരി പുന്നോൽ LP സ്കൂളിലെ ബൂത്തിലായിരുന്നു സ്പീക്കർ AN ഷംസീറിന് വോട്ട്. 96-ലാണ് ആദ്യമായി വോട്ട് ചെയ്തത്. നായനാർക്കാണ്. EK നായനാർ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യത്തെ കന്നി വോട്ട് 18 വയസ്സ് തികഞ്ഞിട്ടുള്ളത്. തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഓരോ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സ്പെക്ടേറ്ററായി നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂർ പായം പഞ്ചായത്തിലും മുൻ അധ്യക്ഷൻ K സുധാകരൻ കണ്ണൂർ കോർപ്പറേഷനിലും വോട്ട് ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ രാവിലെ 7 മണിയോടെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. KK രമ MLA വടകര നെല്ലാച്ചേരി LP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. മുൻ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള കോഴിക്കോട് തിരുത്തിയാടും
BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് മൊടക്കല്ലൂരും വോട്ട് രേഖപ്പെടുത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന് കോഴിക്കോട് കാരപ്പറമ്പ് ഹൈസ്കൂളിലായിരുന്നു വോട്ട്. 24 കോഴിക്കോട്. മികച്ച പോളിംഗ് ആണ് ഉച്ചവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം അത് പുരോഗമിക്കുകയാണ്. വടക്കൻ കേരളം വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും ഉച്ചസമയത്തും സ്ത്രീകളുടെയൊക്കെ വലിയ ക്യൂ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പോളിംഗ് ശതമാനത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. തൃശ്ശൂരിൽ 48.97, പാലക്കാട് 50.87%, മലപ്പുറത്ത് 52.05%, കോഴിക്കോട് 50.48%, വയനാട് 49.95%, കണ്ണൂർ 48.67%, കാസർഗോഡ് 49.08%. അതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഔദ്യോഗികമായ വിവരം. മലപ്പുറം ജില്ലയിലാണ് രാവിലെ മുതൽ തന്നെ നല്ല രീതിയിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. മലപ്പുറത്തേക്ക് അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 52.05% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. പിന്നീട് പാലക്കാടും നല്ല രീതിയിൽ തന്നെയാണ് 50.87. കോഴിക്കോട് ജില്ലയിലും നല്ല പോളിംഗ് 50.48. കോഴിക്കോടാണ് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ. ഉച്ച സമയത്തൊക്കെ സ്ത്രീകളുടെ വലിയ ക്യൂ കാണാൻ കഴിയുന്നുണ്ട് പല ബൂത്തുകളിലും എന്ന തരത്തിലാണ്. വയനാട് ജില്ലയിലും നല്ല പോളിംഗ് തന്നെയാണ് 49.95, അതായത് 50% ഇപ്പോൾ കടന്നിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാസർഗോഡും അതുപോലെ തന്നെ 49.08 എന്ന ഔദ്യോഗിക കണക്കാണ് പുറത്തു വരുന്നത്. അത്തരത്തിലേക്ക് മികച്ച രീതിയിൽ തന്നെ ജനങ്ങൾ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ എന്നതാണ്. ഇന്നും നേതാക്കളുടെ ഭാഗത്തു നിന്ന് വാക്പോരുണ്ടാകുന്നു. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. അത് മുതിർന്ന നേതാക്കൾ അഭിപ്രായ ഭിന്നത പ്രകടമാക്കുന്നതാണ്. പരസ്യമായി തന്നെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഭിന്നതയുണ്ട് എന്നത് വെളിവാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നൊപ്പം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഒപ്പം മുഖ്യമന്ത്രി അതിരൂക്ഷ പരാമർശവുമായി കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്നു. അതിന് മറുപടി പറയുന്നു. അങ്ങനെ ഇന്നത്തെ ദിനവും വോട്ടിംഗ് ദിനത്തിലും സജീവമായി തന്നെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തുന്ന കാഴ്ച അത് ഒന്നാം ഘട്ടത്തിലും കണ്ടു. രണ്ടാം ഘട്ടത്തിലും അതേ കാഴ്ച തന്നെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് കോഴിക്കോട് പനങ്ങാട് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയ സംഘം സഞ്ചരിച്ച ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞു. 5 പേർക്ക് പരുക്കുണ്ട്. ഒരാളുടെ പരുക്ക് ഗുരുതരമാണ് എന്നതാണ്. സമീർ C. മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഒരാളുടെ പരുക്ക് ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ടല്ലോ, കൂടുതൽ വിശദാംശങ്ങൾ. അനുജ, കോഴിക്കോട് പനങ്ങാടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പനങ്ങാട് പഞ്ചായത്തിലെ 3-ാം വാർഡായ വായലടയിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരുന്നു സംഘം. ഡ്രൈവറും അതുപോലെ തന്നെ മറ്റ് 4 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കാവുംപുറം ഭാഗത്ത് വെച്ചുകൊണ്ട് പുഴയിലേക്ക് ഈ ജീപ്പ് മറിയുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്നാണ് 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഡ്രൈവറും അതുപോലെ അതിനകത്തുണ്ടായിരുന്നത് 4 സ്ത്രീകളാണ്. അങ്ങനെയാണ് 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ പരുക്ക് ഗുരുതരമായ സാഹചര്യത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ 5 പേരെയും റെഫർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. 25-കാരിയായിട്ടുള്ള പ്രിയ, അതുപോലെ തന്നെ 22-കാരിയായിട്ടുള്ള പുണ്യ, 70 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള അരിയായി, കണ്ടെത്തി എന്നിങ്ങനെയുള്ള ഈ 4 പേർക്കാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത്. ഡ്രൈവർക്കും പരിക്കുണ്ട്. എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശത്തേക്ക് വാഹന സൗകര്യം കുറവാണ്. അതേ തുടർന്ന് വോട്ട് ചെയ്തതിന് വേണ്ടിക്കൊണ്ട് എത്തുന്നവർക്ക് ജീപ്പ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു ജീപ്പാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിലാണ് 5 പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. അനുജ, പനങ്ങാട് കോഴിക്കോടാണ്. വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയ സംഘം സഞ്ചരിച്ച ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരുക്കേറ്റതിൽ ഒരാളുടെ പരുക്ക് ഗുരുതരമാണ് എന്നതാണ് സമീർ C. മുഹമ്മദ് നൽകിയ വിവരം. ഇപ്പോൾ 50% കടന്നിരിക്കുന്നു പോളിംഗ് എന്നുള്ളതാണ്. 50.08 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന ഔദ്യോഗിക പോളിംഗ് ശതമാനം. മികച്ച പോളിംഗ് തന്നെയാണ് രണ്ടാം ഘട്ടത്തിലും എന്നുള്ളതാണ്. അതിൻ്റെ വിവിധ വിശദാംശങ്ങൾ, ജില്ലകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ, കണക്കുകളെല്ലാമാണ് നമ്മൾ നൽകിയത്. ഇനിയും ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ നൽകും. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം പൂവത്തും മൂട്ടിൽ അധ്യാപികയെ ഭർത്താവ് സ്കൂളിനുള്ളിൽ കയറി ആക്രമിച്ചു. കഴുത്തിന് കുത്തേറ്റ അധ്യാപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിന്റെ ഇവിടെ അകത്ത് വെച്ചാണ് ചെയ്യുക. അപ്പം ടീച്ചർ പിന്നെ കാറിക്കൊണ്ട് വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. പുള്ളിക്കാരൻ വന്ന് വിളിച്ച് എന്തെങ്കിലും പറയാനാന്നല്ല വിചാരിക്കും. ഇവിടെ വേണമെങ്കിൽ താമസിക്കാന്നുള്ളത് ഒത്തിരി നാളായതല്ലോ. അന്നേരം പിന്നെ എന്തിനേലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ടീച്ചർ ഓഫീസിലോട്ടായിരിക്കും കയറി പോകുന്നത്. അന്നേരം അങ്ങനെ ഇവിടെ വെച്ചാണ് ചെയ്തത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇത് കുടുംബ പ്രശ്നമാണ് എന്നാണോ അറിയാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് അധ്യാപികയുടെ ആരോഗ്യനില?
അനുജ, തീർച്ചയായിട്ടും കുടുംബ പ്രശ്നമാണെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നാട്ടുകാരോടും അതുപോലെ തന്നെ പോലീസിനോട് സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് ഈ ഒരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ തമ്മിൽ അകന്ന് കഴിയുകയായിരുന്നു. ഈ അധ്യാപികയായിട്ടുള്ള ഡോണി എന്ന് പറയുന്ന യുവതി അവർ ഇവിടെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ഈ ഭർത്താവ് എന്ന് പറയുന്ന കൊച്ചുമോൻ എന്ന ആൾ വീട്ടിലുമായിരുന്നു. അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചില സംശയങ്ങളുടെയൊക്കെ പേരിൽ ഇവരെ നിരന്തരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 10:30 ഈ സംഭവം നടക്കുന്നത്. പേരൂർ LP സ്കൂളാണ്. ഇവിടെ ഈ കാണുന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപികയെ പുറത്തേക്ക് വിളിച്ചു വരുത്തി ഈ ഓഫീസ് മുറിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഈ കഴുത്തിൽ കത്തിവെച്ച് മുറിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവർ തമ്മിലുണ്ടായിരുന്ന തർക്കത്തിനൊടുവിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തി കൂടിയുണ്ട്. എന്താണ് ചേട്ടാ സംഭവിച്ചത്? രാവിലെ ഒരു 10:45 ഈ സംഭവം നടക്കുന്നതെന്നാണ് അറിഞ്ഞത്. രാവിലെ ഇവർ ഡോണിയ എന്ന് പറയുന്ന ടീച്ചറുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നു. ടീച്ചറെ അന്വേഷിച്ചു. 9:30 ആയപ്പോൾ അന്നേരം ടീച്ചറില്ല. അതിനുശേഷം അവർ വീണ്ടും വന്നു. തമ്മിലുള്ള കുടുംബ പ്രശ്നമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീണ്ടും അയാൾ 10:45 വന്നു. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഓഫീസ് മുറിയിലേക്ക് വന്നു. അവിടെ വെച്ച് കഴുത്തിൽ കത്തി വെച്ച് മുറിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ടീച്ചർമാരും ഒച്ച കേട്ടിട്ട് കുക്കും അവരെല്ലാവരും ഓടി വന്നു. അവരാണ് ഈ കത്തി തട്ടിക്കളയുന്നത്. അതിനുശേഷം ഈ വാട്ടർ ഹൗസ് ഇവിടെ അടുത്തുണ്ട്. അവിടുത്തെ ജോലിക്കാർ ഓടി വന്നു. അന്നേരം ഈ ടീച്ചർ ഓടി ഈ മുറിയിൽ കയറിയെന്നാണ് പറഞ്ഞത്. നിർഭാഗ്യമെന്ന് പറയുന്നത് ഈ കുട്ടികൾ ഇത് കാണാനിടയായിട്ടുണ്ട്. ഈ ചോരയൊലിപ്പിച്ച് വരുന്നത് ഒരു നിർഭാഗ്യകരമായ സംഭവമായി. തീർച്ചയായിട്ടും അതാണ് അനുജ സംഭവിച്ചതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ കാണുന്ന ക്ലാസ്സിലാണ്, മുറിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഓഫീസ് മുറിയുടെ സൈഡിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ പ്രധാന അധ്യാപിക അടക്കമുള്ളവരുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് അവരാണ് വന്ന് ഈ കത്തി തട്ടി തെറിപ്പിച്ചത്. ഈ വ്യക്തി പുസ്തകത്തിനുള്ളിൽ കത്തി ഒളിപ്പിച്ച് കൊണ്ടുവന്ന് ഈ ടീച്ചറെ വിളിച്ച് ക്ലാസ്സിൽ നിന്നും ഇറക്കുകയായിരുന്നു. രാവിലെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ടീച്ചർ ഇവിടെ എത്തിയിരുന്നില്ല. അതിനുശേഷം വീണ്ടും വന്ന് ഏകദേശം ഒരു 10:30 ഇവിടേക്ക് വന്ന് ഈ സംഭവം, ഈ കൃത്യം നടത്തുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പോലീസ് എന്തായാലും ഇയാളുടെ പിന്നാലെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ടീച്ചറുടെ ആരോഗ്യനില നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ആഴത്തിലുള്ള മുറിവല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ പോളിംഗ് പെർസെന്റേജ് എത്രയാണ് എന്നതിന്റെ കണക്കുകൾ വന്നിരിക്കുകയാണ്. 52.95% എന്നതാണ്. അതായത് 53% അടുക്കുകയാണ് സംസ്ഥാനത്ത് ആകെയുള്ള പോളിംഗ് ശതമാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് 2ാം ഘട്ടത്തിൽ. ഇതുവരെ വരുന്ന കണക്കുകൾ പ്രകാരം 54.02% എന്നതാണ് സ്ത്രീകളുടെ കണക്ക്. ആണുങ്ങൾ പുരുഷന്മാരുടേത് 51.75%. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കണക്ക് കൂടി വരുന്നുണ്ട്, 16.77 എന്നത്. അതായത് 53% അടുത്തിരിക്കുന്നു എന്നതാണ് ആകെയുള്ള ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. ഇനി നമ്മൾ പോകുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ജന്മനാട്ടിലെ അവസാന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്. ഇനി പുനരധിവാസത്തിന്റെ ഭാഗമായി പലരും പലയിടങ്ങളിലേക്ക് മാറുമ്പോൾ പോളിംഗ് ബൂത്തും മാറും. 3 കേന്ദ്രങ്ങളിലായിരുന്നു ചൂരൽമലയിൽ ഇത്തവണ പോളിംഗ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവേശം നിറഞ്ഞ കാഴ്ചകളുടെ നാടായിരുന്നു മുണ്ടക്കൈയും ചൂരൽമലയും. എന്നാൽ ഇത്തവണ മുണ്ടക്കൈ എന്ന പ്രദേശം തന്നെ പേരിനു മാത്രമായി. ഇവിടെ ശേഷിക്കുന്നവരും ചൂരൽമല വാർഡിന്റെ ഭാഗമാണ്. അങ്ങനെ അട്ടമല, ചൂരൽമല വാർഡുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ ദുരന്തബാധിതർ ജന്മനാട്ടിലേക്ക് വീണ്ടുമെത്തി. പിറന്ന മണ്ണിലെ അവസാന തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടാണ് ഇവർക്കിത്. രാഷ്ട്രീയം പലതെങ്കിലും സൗഹൃദം തീവ്രമാണ് ഇന്നാട്ടുകാർക്ക്. സ്ഥാനാർത്ഥികളും മുന്നണികളും പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നവരെ ഒരു വട്ടമെങ്കിലും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചിരുന്നു. ഇലക്ഷൻ ഇപ്പം എന്ത് കഴിഞ്ഞു? ഇന്നലത്തോട് കൂടിയിട്ട് സംവിധാനം കഴിഞ്ഞു. പക്ഷെ ഇന്ന് മുതൽ ഞങ്ങൾ നാട്ടുകാരാണ് ഇലക്ഷൻ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പുറത്തുണ്ടാകും, എല്ലാവരും കണ്ട് ഒരു സന്തോഷം ഉണ്ടെന്ന്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് കാണാൻ പറ്റും, അതാണ് ഏറ്റവും വലിയ സന്തോഷം. 1.5 വർഷത്തോളമായിട്ട് ഒരു മാറി നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അവരെ ബന്ധങ്ങൾ പുതുക്കുവാനും സൗഹൃദങ്ങൾ പുതുക്കാനൊക്കെ ഉള്ള അവസരം കൂടിയാണ്. അപ്പോൾ മാക്സിമം ആളുകളും, ഒരു 70% ആളുകളും പോളിംഗ് എത്തും. മദ്രസയും പാരിഷ് ഹാളുമെല്ലാം വോട്ടെടുപ്പ് കേന്ദ്രങ്ങളായി. അട്ടമല വാർഡിലുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയത് ചൂരൽമല അഗതി മന്ദിരത്തിലാണ്. ഇത് വനിതാ വാർഡാണ്. 100% തന്നെയാണ്. കാരണം UDFന്റെ പ്രവർത്തനം അത്രമാത്രം തൃപ്തരാണ് ജനങ്ങൾ. തീർച്ചയായും ജയിക്കുന്നു തന്നെയാണ് പ്രതീക്ഷ. വ്യക്തികൾ തമ്മിലല്ലല്ലോ മത്സരം, ആശയങ്ങൾ തമ്മിലാണല്ലോ. 100% ഞാൻ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആളുകളുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. ആളുകൾ ആണ് എന്നെ നിർത്തിയത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അവരെന്നെ കൈവിടില്ല. വോട്ടർമാരെ എത്തിക്കാൻ ഗതാഗത സൗകര്യമടക്കം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നു. 24 വയനാട്.
ഇപ്പോൾ ജില്ല തിരിച്ചുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വരെ അത് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്ക് അതിലേക്ക് കൂടി വളരെ വേഗമൊന്ന് പോവുകയാണ്. തൃശൂർ ജില്ലയിൽ 51.19%, പാലക്കാട് 53.59%, മലപ്പുറം ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ തുടരുകയാണ് 54.87 എന്നതാണ് കണക്ക്. കോഴിക്കോട് 53.59%, വയനാട് 51.95%, കണ്ണൂർ 51.55%, കാസർഗോഡ് 51.52%. അങ്ങനെ മലപ്പുറം ജില്ല 54 കടന്ന് 55 അടുക്കുകയാണ്. പാലക്കാട് 53.5, കോഴിക്കോട് 53.59. അങ്ങനെ എല്ലാ ജില്ലകളിലും 51% കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആകെ ഉള്ള ശതമാനം ഇപ്പോൾ 53 കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വളരെ മികച്ച പോളിംഗ് എന്നതാണ് രണ്ടാം ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ സ്ത്രീകൾ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വാർത്തയാവുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് സാംസ്കാരിക സിനിമാ പ്രവർത്തകർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചലച്ചിത്ര പ്രവർത്തകർ വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചു. കണ്ണൂർ കോർപ്പറേഷനിലെ 7ാം വാർഡിലായിരുന്നു എഴുത്തുകാരൻ ടി പത്മനാഭന് വോട്ട്. സംവിധായകൻ സത്യനന്ദിക്കാട് തൃശൂരിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നടി ആക്രമിച്ച കേസിൽ സത്യനന്ദിക്കാടിന്റെ പ്രതികരണം ഇങ്ങനെ: ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ ബോധ്യം, കോടതിയുടെ അറിവാണ്. അപ്പോൾ ഞാനൊരു നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്, കോടതിയിലെ ബഹുമാനമുണ്ട്. നടൻ ജോയ് മാത്യു കോഴിക്കോട് മലാപ്പറമ്പും ഇടവേള ബാബു ഇരിങ്ങാലക്കുടയിലും വോട്ട് രേഖപ്പെടുത്തി. ശബരിമല അയ്യപ്പൻ എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ പ്രതികരിക്കും, ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. കാരണം അതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മൾ ജനം അത്ര മോശക്കാരൊന്നുമല്ല. അബൂ സലീമിന് വയനാട്ടിലാണ് വോട്ട്. വികസനത്തിനാണ് വോട്ടെന്ന പഞ്ചായത്തിലെ ജനപ്രതിനിധി കൂടിയായ പി കുഞ്ഞികൃഷ്ണൻ കാസർഗോഡ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു പ്രതികരണം. വികസനം ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. എന്തായാലും വികസനത്തിനൊരു വോട്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. ശബരിമല വിഷയത്തിലായിരുന്നു കാസർഗോഡ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നടൻ ഉണ്ണിരാജയുടെ പ്രതികരണം. അയ്യപ്പന്റെ അടുത്ത് ഒരു കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരനുഭവിക്കും. അത് വർഷത്തെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് ദിവസം കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ കാട്ടിക്കൂട്ടുന്ന ലൈംഗിക വൈകൃതങ്ങളെ വെൽ ഡ്രാഫ്റ്റഡ് പരാതിയെന്ന് ന്യായീകരിക്കുന്നത് നാട് അംഗീകരിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ സംശയനിഴലിൽ നിർത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പരാമർശം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി തള്ളി. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമാണ് ആ പരാതി. അങ്ങനെയും വിലയിരുത്താം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിവസം UDF കൺവീനർ അടൂർ പ്രകാശാണ് വലതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഊഴമാണ്. അടൂർ പ്രകാശ് നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചതിനിടെ ഉയർന്ന വിമർശനങ്ങൾ നേട്ടമായെന്ന വിലയിരുത്തലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിന് തിരിഞ്ഞത്. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. വിമർശിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രി കടുത്ത ഭാഷ തന്നെ ഉപയോഗിച്ചതിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറിയും ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി എത്തി. KPCC പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിന്റെ മുമ്പിൽ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ പരസ്യമായി തിരുത്തി. അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയാം. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. താമസം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച്
കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതാവുന്നില്ല. ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെങ്കിലും രാഹുലിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 തട്ടിലാണെന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണവും സതീശിന്റെ തിരുത്തലും വ്യക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ മറികടക്കാൻ മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി ആയുധമാക്കി പ്രതിപക്ഷം. പരാതി പോലീസിന് കൈമാറാൻ വൈകിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നത്. പരാതികളോട് മുഖ്യമന്ത്രിക്ക് ഇരട്ട നീതിയാണെന്നാണ് വിമർശനം. ലൈംഗിക പീഡന പരാതികളെ മുഖ്യമന്ത്രിയും CPIM-ഉം രാഷ്ട്രീയ താൽപര്യത്തോടെ സമീപിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായാണ് പ്രതിപക്ഷം PT കുഞ്ഞുമുഹമ്മദിനെതിരായ കേസിനെ സമീപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ പരിഗണിക്കുന്നതിനിടയിൽ തന്നെയാണ് ഗുരുവായൂരിലെ മുൻ MLAയും ചലച്ചിത്ര സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. 2 ആഴ്ചയോളം പിടിച്ചുവെച്ച ശേഷമാണ് പരാതി മുഖ്യമന്ത്രി പോലീസിന് കൈമാറിയതെന്നാണ് ആക്ഷേപം. ആദ്യത്തെ MLAക്കെതിരായിട്ട് കേസ് വന്നപ്പോൾ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും, അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു. CPM സഹയാത്രികന്റെ CPM കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂർത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി, ഈ അന്യായം കേരളം അറിയണമല്ലോ. ഈ അന്യായം കേസെടുത്തിട്ടും പോലീസിന്റെ നടപടികൾ വൈകുന്നതിനെയും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം പക്ഷത്തുള്ള കുറ്റാരോപിതരെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു വിമർശനം. വീണ്ടും ഇത്തരത്തിൽ കുറ്റാരോപിതരായവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ എന്തുകൊണ്ട് PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിട്ടുള്ള പരാതി അത് മറച്ചു വെച്ചു, എന്തുകൊണ്ട് അത് കൈമാറാൻ താമസം വരുത്തി എന്നുള്ളതിന് ഉത്തരം ജനങ്ങളുടെ മുന്നിൽ തന്നേ മതിയാവും. സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന പരാതിയിൽ മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യും. പരാതി നൽകിയ സംവിധായകരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കന്റോൺമെന്റ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. 24 തിരുവനന്തപുരം. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ ഇടത് സഹയാത്രികനും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യും. പരാതി നൽകിയ സംവിധായകയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കന്റോൺമെന്റ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യുക. പരാതി അതീവ ഗൗരവത്തോടെയാണ് പരിഗണിച്ചതെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സണും അമ്മ ജനറൽ സെക്രട്ടറിയുമായ കുക്കു പരമേശ്വരൻ പറഞ്ഞു. രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് PT കുഞ്ഞുമുഹമ്മദ്. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി അതിനെ അതേപോലെ തന്നെയാണ് വിത്ത് നോ ടോളറൻസ് വി ആർ ടേക്കിംഗ് ഇറ്റ്. അതിൻ്റേതായ രീതിയിലേക്ക് അതിനെ വിട്ടിരിക്കുന്നതാണ്. നടപടി അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിലൊന്നും ഒരു മാറ്റവുമില്ല. കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അത് കോടതി കണ്ടെത്തിയ കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തിനാ മറക്കുന്നത്? അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ നേരെ നടന്നത്, എൻ്റെ കൊളീഗിൻ്റെ നേരെ നടന്നത്, ആ ദാരുണ സംഭവം, നടക്കാൻ പാടില്ലാത്ത സംഭവം, അത് നടന്നിരിക്കുന്നു എന്നുള്ളതല്ലേ ഏറ്റവും ഭയാനകമായ കാര്യം. അതിനെക്കുറിച്ചല്ല ചർച്ച. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് കോൺഗ്രസ് MPമാരായ KC വേണുഗോപാലും ഹൈബി ഈഡനും CPIM നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലായ കേസിൽ ഹൈക്കോടതി നിയമിച്ച SITയെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് MPമാർ ആരോപിച്ചു. വിഷയത്തിൽ BJPയും CPIM-ഉം തമ്മിൽ ഒത്തുകളിക്കുന്നുവെന്ന് സംശയിക്കുന്നുവെന്നും MPമാർ പറഞ്ഞു. Sir, in Shabarimala, CPIM leaders, former MLA Padmakumar and Vasu, have been arrested in the gold theft case, which was directed by the Honorable High Court of Kerala. Honorable High Court intervened and made a special investigation team. And this special investigation team came out with facts which were quite surprising, where the CPIM-led government were in full support for the gold theft case. Why the Bharatiya Janata Party is mum in this particular case? We strongly believe that there is a nexus between the CPIM and the BJP in this particular case. So we demand a strong inquiry in the direction of the High Court, where all the culprits should come under the bar, sir. അയ്യപ്പന്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ധ്വജവും അതുപോലെ തന്നെ കട്ടിളപ്പാളയും എല്ലാ സ്വർണവും ചെമ്പാക്കി മാറ്റി മോഷ്ടിച്ചിരിക്കുന്നത്. സർ, ഇത് വൻ കൊള്ളയാണ് സർ. കൊള്ള മാത്രമല്ല സർ, ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമാണ് സർ. ഇപ്പോഴും പല പ്രതികളും മറക്ക് പുറത്താണ് സർ. ഇപ്പോഴും പലവരും
പല പ്രതികളും ഇനിയും പ്രത്യക്ഷപ്പെടാനുണ്ട് സർ. സംസ്ഥാന സർക്കാർ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നുള്ള പ്രതീതിയുണ്ട്. ഹൈക്കോടതി അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണ വിവരം നടക്കുന്നത്. ഞങ്ങൾ ഹൈക്കോടതിയെ സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ ഹൈക്കോടതി നിയമിച്ച SITയെ നിയന്ത്രിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർ, കോർട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് ഈ സ്വർണം തിരിച്ചെടുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം സർ. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിലെ തിരക്കിൽ നേരിയ കുറവ്. 50,000-ഓളം പേരാണ് ഉച്ചവരെ ദർശനം നടത്തിയത്. മണ്ഡലപൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ബുക്ക് ചെയ്യാം. ഈ മാസം 26, 27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് തുടങ്ങിയത്. 26-ന് 30,000 പേർക്കും 27-ന് 35,000 പേർക്കുമാണ് അവസരം. സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 ഭക്തരെ വീതം ഈ ദിവസങ്ങളിൽ അനുവദിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ നല്ല പോളിംഗ് ആണ്. 52% കടന്ന് 52.95% എന്നതാണ്. 53-ലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. ഇതിൽ മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനമുണ്ട്. സ്ത്രീകൾ ഏറ്റവും കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ഉച്ച സമയത്തും പലയിടങ്ങളിലും നീണ്ട ക്യൂ കാണാൻ കഴിയുന്നുണ്ട്. ഉദുമയിൽ നിന്ന് വരുന്ന വാർത്ത, വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറിനെ തുടർന്ന് 1 മണിക്കൂറിലേറെയായി വോട്ടിംഗ് തടസ്സപ്പെട്ടു. ഒട്ടേറെ പേർ അവിടെയും കാത്തുനിൽപ്പുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ്.